ആഹാ, ഈശ്വര, ഏതോ മന്ദമുത്തി പുതിയ ഷൂ ഇട്ടിട്ട് പോയിരിക്കുന്നു. ഈശ്വരൻ അവനെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിത, ഈ ഭൂലോകത്തിലുള്ളവർ വിനായകനെ മുതൽ വെങ്കടേശ്വരനെ വരെ പൂജിക്കുന്നു. അതുപോലെ ചെടി, മരം, പാമ്പ്, പുറ്റ്, എന്തിന് മൃഗങ്ങളെ വരെ പൂജിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യർ എന്തുകൊണ്ട് നമ്മളെ പൂജിക്കുന്നില്ല? നമുക്ക് ക്ഷേത്രങ്ങൾ പണിയുന്നില്ല? സ്നേഹിത, ഭക്തർ ചോദിക്കുന്നത് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോ അവരുടെ ജീവൻ തന്നെ എടുക്കുകയല്ലേ? ഞാൻ യമനടാ. സ്നേഹിത, വയറ്റിൽ എലി ഓടുന്നത് പോലെ അത് തോന്നുന്നു. ഓടുന്ന എലിയും പായുന്ന പുലിയൊന്നുമല്ല. അതിനെയാണ് വിശപ്പെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂലോകത്തിൽ നമുക്കും വിശപ്പുണ്ടാകുമോ? കൈലാസനാഥ, വയറ് വിശക്കുന്നില്ലേ ഈശ്വരാ? വിശപ്പ് മാറ്റാൻ വരം തന്നിരിക്കുന്നു വൈകുണ്ഠനാഥൻ. ആഞ്ജനേയൻ, ശ്രീരാമ, ആഞ്ജനേയ, കാണുന്നത് സ്വപ്നമോ സത്യമോ? ഈ ഭൂലോകത്തിൽ അങ്ങയുടെ ദർശനം എനിക്ക് അതിയായ ആനന്ദം നൽകുന്നു. എനിക്കും ആനന്ദം നൽകുന്നുണ്ട്. വേനൽക്കാലത്ത് വെള്ളരിക്ക തിന്ന പോലെയുണ്ട്. വായുപുത്ര, ഒന്ന് തിരിഞ്ഞേ. എവിടെയാ അങ്ങയുടെ വാൽ? നാടക കമ്പനിക്കാര് കാശ് കൊടുക്കാത്തോണ്ട് മേക്കപ്പ് മുറിച്ചോണ്ട് പോയി. മുറിച്ചത് അവർ കൊണ്ടുപോട്ടെ. മുറിച്ചാലും വളരുന്ന വാലല്ലേ അത്? രാമ രാമ രഘുരാമ പരാക്രമ രാവണ സംഹാര. രാമ രാമ രഘുരാമ പരാക്രമ രാവണ സംഹാര. രാമ രാമ രഘു. ആരാ നിങ്ങള്? രാമ, നമ്മെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനാണ് രാമ യമധർമ്മൻ. ഞാനാണ് രാമ ചിത്രഗുപ്തൻ. ചിത്രഗുപ്തൻ ഏത് ട്രൂപ്പാടാ? പുറമേക്ക് ശിവഭക്തരായി നടിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭക്തരാണ് സ്വാമി. 30 years ഞങ്ങൾക്ക് 30 years എക്സ്പീരിയൻസ് ഉണ്ട്. ഈ നാടകം കളിച്ചാ ഞങ്ങൾ ഈ രൂപത്തിലായത്. അതുപോട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? യമപുരി സ്വാമി. യമപുരി ആയാലും പാനിപുരി ആയാലും ശരി, ഈ ഏരിയ ഞങ്ങളുടെ സ്വന്തമാ. 30 years ലീസിന് എടുത്തു വെച്ചിരിക്കുന്നത്. വേഗം സ്ഥലം കാര്യമാക്കാൻ നോക്കണം. യമദേവ, ഇവർ രാമാഞ്ജനേയന്മാരല്ല, കള്ളവേഷക്കാരെന്നാ തോന്നണേ. ഞാൻ യമനാടാ. യമധർമ്മ, വേണ്ട. കൃമികീടങ്ങളോട് ആവേശം വരുത്. എന്താ നോക്കിയിരിക്കുന്നത്? അടിച്ചു ഓടിക്കണം. ഏയ് ഗുപ്ത, ഇവനെന്താ നായെ പോലെ മണം പിടിക്കുന്നത്? എന്താ വേണ്ടെന്ന് ചോദിക്കാലോ. എന്തിനാ മാനവ ഇങ്ങനെ മണം പിടിക്കുന്നത്? ഇത് തങ്കമാണോ അതോ തങ്കത്തിൽ പൊതിഞ്ഞതാണോ? ലോകത്തുള്ള തങ്കം മുഴുവൻ നിന്റെ ദേഹത്തുണ്ടല്ലോ. താങ്കൾ എവിടുന്നാ വരുന്നേ? വാനത്തിൽ നിന്ന്. ഈ ഭൂലോകത്തിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. വിശന്നിട്ട് ജീവൻ പോകുന്നു. വിശക്കുന്നു നിങ്ങൾക്ക്? ഭക്ഷണം വേണോ? ഈ 5 എണ്ണത്തിൽ ഒരെണ്ണം ഊരിയാ മതി. വർഷം മുഴുവൻ ഭക്ഷണത്തിന് പഞ്ഞമില്ല. വാ, 2 പേർക്കും വയറ് നിറച്ച് ഭക്ഷണം മേടിച്ചാരാ. വേഗം ആട്ടെ, കൊണ്ടുപോ. കഴിക്കേ. കാണാൻ വിചിത്രമായിരിക്കുന്നു. ജലപ്പൂരി. എന്തിനാണ് വലിച്ചെറിഞ്ഞത്? പാനി കുടിക്കാനും പാത്രം വലിച്ചെറിയാനുമല്ലേ? അയ്യോ, അങ്ങനല്ല, അതും കഴിക്കാനുള്ള. ഇത് പിടിച്ചേ, ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോണേ. സ്നേഹിത, തീർത്ഥവും പ്രസാദവും ഒരേ നേരത്തുള്ളിൽ ചെന്ന പോലെ. ജലപ്പൂരി കടക്കാരാ, സുഖമായിരിക്കും. ബില്ലെന്ന് വെച്ചാൽ നിങ്ങൾ കഴിച്ചതിന്റെ കാശ്. ഓ, പണമോ? ഗുപ്ത. യമദേവ, മുത്തശ്ശ, പണം വേണം, പണം. വന്നുപോയി. 1000 രൂപ. 50 രൂപയുടെ ബില്ലിന് 1000 രൂപയോ? ചെറിയ നോട്ട് മതി. ചെറുത് വേണമെന്ന്. മുത്തശ്ശ, എന്താ കുട്ടികളെ? ചെറുത് മതിയെന്ന്. വലിയ പണം ചെറിയ പണമാക്കി തന്നു. സുഖീ ഭവ, സുഖീ ഭവ. അങ്ങനെ തന്നെ. ഞാൻ അപ്പോഴേ പുറപ്പെട്ടു ഡാഡി. അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അതെ ഡാഡി. രാജു, കാർ നിർത്ത്. എന്റെ കൈകാലൊക്കെ പൊട്ടിയിരിക്കുക. എനിക്ക് ആരെങ്കിലും കാശ് അമ്മേ. പിന്നെയും ഭിക്ഷ എടുക്കാൻ തുടങ്ങിയോ? നല്ല പയ്യനായെന്ന് വിചാരിച്ച് സന്തോഷിച്ചു. എന്താ, ജോലി ചെയ്ത് ജീവിക്കാന്ന് വെച്ചാൽ അത്ര കഷ്ടമാണോ?
അന്ന് നീ ജോലി ചെയ്ത് ജീവിക്കാന്ന് വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞല്ലോ. മറുപടി പറയാ. എന്ത് പറ്റിയതാ ഇത്? നിങ്ങള് പറഞ്ഞ മാതിരി ഞാൻ ജോലി എടുത്ത് ജീവിക്കാനാ ശ്രമിച്ചത്. പക്ഷെ എന്റെ ബോസ് പിച്ച എടുത്തില്ലെങ്കിൽ നിന്റെ അനിയത്തിനെ കൊന്നുകളയെന്ന് പറഞ്ഞ് എന്നെ അടിയത് അടിച്ചു ചേച്ചി. നീ ഓഫീസിലേക്ക് പോയിക്കോ. ആരവൻ? ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പഴയ ഗബ്ബർ സിംഗ. ഈ നിൽക്കുന്ന പൈതങ്ങളാണ് നാളത്തെ ചാമ്പ്യന്മാർ. അമ്മേ, തായേ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും ധർമ്മം തരണേ എന്ന് പറഞ്ഞ് ഭിക്ഷയെടുക്കുന്ന നിങ്ങളാണ് നാളെ ഈ രാജ്യം നയിക്കേണ്ട നേതാക്കന്മാർ. ഇപ്പൊ ഈ ഭിക്ഷ യാചിക്കാൻ പോകുമ്പോൾ ആദ്യം ഉപയോഗിക്കേണ്ട ഭിക്ഷാവാചകം എന്താണെന്ന് വെച്ചാൽ, അണ്ണാ നമ്മുടെ മൊട്ട ഒരു പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. കലക്ഷന് പോയവൻ വെറും കൈയോടാണല്ലോ വന്നത്. ഈ പെണ്ണേതാ? നമ്മുടെ സംഘത്തെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെക്കെഴുത്തരം വന്നതാണോ? ചെക്കെഴുതി തരാൻ വന്നതല്ല, ജയിലിൽ കമ്പി എണിച്ച് ഉണ്ട തെറ്റിക്കാൻ വന്നതാ. കമ്പി ഉണ്ടെന്ന് ഞങ്ങൾക്ക് പുത്തരിയല്ല. മാറ്റർ എന്താന്ന് പറ. അനാഥ കുട്ടികളെ കൊണ്ട് അന്യായമായി ഭിക്ഷ എടുപ്പിച്ച് അവരെ കൊണ്ടിരുന്ന കാശ് കൊണ്ട് തിന്നു കുടിച്ച് കഴിയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ബ്രോക്കർമാർക്കും പെണ്ണുകൂട്ടികളൊന്നും ഇല്ലാത്ത നാടക്കടി ഞങ്ങൾക്കെതിരാ. മര്യാദക്ക് ഞാൻ പറഞ്ഞേക്കാം, വന്ന വഴിയെ പൊക്കോ. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല. ഈ കുട്ടികളെല്ലാം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടേ പോവും. ഓഹോ, ടീച്ചർ വരുമ്പോഴേക്കും കുട്ടികളെ കൂടെ അയക്കുന്ന പോലെ നിന്റെ കൂടെ അയക്കാൻ വേണ്ടിയല്ല ഇത്രയും കാലം ഞാൻ ഇവർക്ക് പ്രാക്ടീസ് കൊടുത്തത്. ഇപ്പൊ ഇവർ ഭിക്ഷക്കാരായിട്ടാ കാണുന്നതെങ്കിലും നാളെ ഇവരെ പോക്കറ്റ് അടിക്കാനായിട്ട് മാറ്റിയെടുക്കും ഞങ്ങള്. അതുവരെ ഞാൻ നിങ്ങൾ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നു വിചാരിക്കണ്ട. ഇപ്പഴേ ഫോൺ ചെയ്ത് നിന്നെ അകത്താക്കും. അണ്ണാ, ഇവള് നമ്മളെ അകത്താക്കാൻ പോവുകയാണെന്ന്. അതിനു മുമ്പ് ഇവിടെ നമ്മളെ അകത്താക്കിയാലോടാ. അകത്താക്കടാ. ഇങ്ങോട്ട് പോയാടി. ചോക്ലേറ്റ് വാങ്ങിത്തരടാ. ഇവനെ കൂടെ അകത്താക്ക്. ഇപ്പോ നമ്മുടെ ഭിക്ഷപാടത്തിലെ രണ്ടാമത്തെ ലെസൺ. കണ്ണില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും ഭിക്ഷ തരടേ. നാറ്റധികമായി ചന്ദനത്തിൽ തോക്കിൽ കത്തിച്ച് വയ്യടാ. വാഴപ്പഴം കോമാളിയെ പോലുണ്ട്. ഇങ്ങോട്ട് താടാ, ഓസിനടിക്കാൻ വന്നിരിക്കുന്നു. എന്തു പറ്റി സ്നേഹിത? അവൻ പഴം തട്ടിപ്പറിച്ചു. നീ പഴം കണ്ടാൽ കുരങ്ങനാകുമല്ലോ. എന്താ ഇത്? ആ കുട്ടികൾ എന്താ ബഹളം വെക്കുന്നത്? അത് ബഹളമൊന്നുമല്ല, അവര് ക്രിക്കറ്റ് കളിക്കുന്നതാ. ക്രിക്കറ്റ്? അതെന്താ? അത് കണ്ടാൽ മനസ്സിലാവില്ലേ യമദേവ? ഒരുത്തൻ ഒരു കമ്പ് കൊണ്ട് ഉരുണ്ടുവരുന്ന ഒരു ഉണ്ടയെ അടിക്കുന്നു, മറ്റവൻ ആ ഉണ്ട ഓടിപ്പിടിക്കുന്നു. അയ്യോ, എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ. എന്താ കുത്ത? അവനെന്താ വിരൽ മേൽപോട്ട് ഉയർത്തുന്നത്? അത് മുകളിൽ നരകമുണ്ട്, മോളിലേക്ക് പോകണ്ടെന്ന് അതും ഓർമ്മപ്പെടുത്തുകയാണ്. കറക്റ്റാ. ഈ ക്രിക്കറ്റ് നല്ല രസമായിരിക്കും. നമുക്കും കുറച്ചു നേരം വിനോദിക്കാം. നോക്കാലോ. ബാലക, ചൊറിയുന്നത് നിർത്തി ഉണ്ട ഇങ്ങു തരൂ. സച്ചിനെ, ആ ബാറ്റ് തന്നെ. നേട്ടാ, പ്രഭു, ഇതാ ബാറ്റ്. അങ്കിൾ സിക്സർ അടിക്കും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരു സിംഗിൾ എടുക്കും. എന്ത്? വീരത്തിലകമിട്ട് പോരിന് പുറപ്പെട്ട ഇദ്ദേഹം സിംഗിൾ അല്ല, സിംഹം വന്നാലും അടിക്കും. യമദേവരെ അടിച്ചു കാണിച്ചു കൊടുക്കുക. യമനാടാ. സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? അങ്കിളിന്റെ ഡ്രസ് ചേച്ചാ മതി. കൊച്ചു കള്ളൻ. എറിയേ. അങ്കിൾ അങ്ങനെ പിടിക്കാൻ പാടില്ല. എങ്ങനെ പിടിച്ചാലെന്താ? അടിക്കുന്നതല്ലേ മുഖ്യം. എറിയേ. നിൽക്കവിടെ. സബാഷ് ദേവ, കണ്ടോളെ യമദേവന്റെ അടി. അടിച്ച് കലക്കിയല്ലോ. വേൾഡ് കപ്പിന് സച്ചിനും ധോണിക്കുമാരും നിങ്ങളെ അയച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ആദ്യ തടി കാണുമ്പോ കാൽക്കൽ കൊണ്ട് കപ്പ് വെച്ച് തൊഴുതൊട്ട് പോയേനെ. യമനാടാ. ഞാൻ പറഞ്ഞ സത്യമാണ് പ്രഭു. അതോടെ നിങ്ങൾ വലിയ ആൾക്കാരാകും. ഞാൻ നിങ്ങളെ വെച്ച് പരസ്യചിത്രങ്ങൾ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കും. യമദേവ, നമുക്ക് യമലോകത്തെത്തിയിട്ട് ഈ കളി ഒന്ന് കളിച്ചാലോ? നാം കളിക്കണ്ട. ഇന്ദ്രലോകത്തിനും യമലോകത്തിനും മത്സരം. സബാഷ്. പ്രഭു, അവിടെ ഇന്ദ്രൻ മാച്ച് ഫിക്സ് ചെയ്യും. ജാഗ്രത. മാച്ച് ഫിക്സിംഗാ? എന്താ അത്? അത് ഇങ്ങോട്ട് വന്നേ. ഇന്ദ്രലോകത്തിനും യമലോകത്തിനും മാച്ച് എന്ന്